ഇനിയിപ്പം ഈ 37% വോട്ട് നിലനിർത്തണ്ടേ? ഈ 37% വോട്ട് നിലനിർത്തണം, അതുകൂടെ കഴിയില്ല എന്ന് ഞാൻ പറയാം. 37% വോട്ട് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 37% വോട്ട് നിലനിർത്തിയത് 2017 എന്ന് പറയുന്നത് വലിയ രീതിയിൽ അടിത്തട്ടിൽ പാർട്ടി ഉണ്ടായിരുന്ന സമയത്താണ്. ഇപ്പോൾ അടിത്തട്ടിൽ പാർട്ടിയില്ല. നിങ്ങൾ പല സ്ഥലത്ത് നോക്കിക്കോളൂ. ഞാൻ ഇന്നലെ ഒരു ജാഥ കണ്ടു. ഒരു UDFൻ്റെ മണ്ഡലം ജാഥയാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം പറഞ്ഞ ഒരു ജില്ലയിൽ വലിയൊരു ജാഥ. ആ ജില്ല ഞാൻ പറയുന്നില്ല. ആ ജാഥയിൽ ഞാൻ നോക്കുമ്പോൾ ആകെ 250 പേരാണ്. സത്യം പറഞ്ഞാൽ CPMൻ്റെ ഒരു ബൂത്ത് കമ്മിറ്റികളിൽ കൂടെ മാത്രം നടക്കുന്ന ഒരു ജാഥയ്ക്ക് ഉണ്ടാവും 250 പേര്. ഇതൊരു ജില്ലാടിസ്ഥാനത്തിൽ ഒരു മണ്ഡലത്തിൽ കൂടെ മുഴുവൻ നടത്തുകയാണ്. ആ മണ്ഡലത്തിൽ നടത്തുന്ന ജാഥയുടെ മുന്നിലുള്ളത് ആകെ 250 പേരാണ്. അത് നയിക്കുന്നത് MLA ആണ്. ഞാൻ വെറുതെ MLA, കോൺഗ്രസിൻ്റെ MLA നയിക്കുന്ന ഒരു ജാഥയ്ക്ക് ഉണ്ടാകുന്ന 250 പേരാണ്. ഇനി ഇങ്ങനെ അല്ലല്ലോ സാധാരണ പഞ്ചായത്ത് ഇലക്ഷനിൽ വരിക. പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താണ്? പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു വലിയ വേവ് ഉണ്ടാകണം. ആ വേവ് എന്ന് പറയുന്നത് ഒന്നിൽ അഴിമതി ആരോപണം മുന്നിൽ നിർത്തിയിട്ടുള്ള വേവ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്താണ് ശക്തമായ ആൻറ്റി ഇൻകുംബൻസി വർക്ക് ചെയ്യുന്നൊരു വേവ് ഉണ്ടാവണം. ഈ രണ്ടും ഈ LDF സർക്കാരിൻ്റെ ഭാഗത്ത് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടേ ഇല്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു വലിയ അഴിമതി ആരോപണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്വർണ്ണപ്പാളി വിവാദം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുമോ? അല്ലെങ്കിൽ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമോ? അവർക്കൊരു വാർത്ത കേട്ടിരിക്കാം എന്നുള്ളതിനേക്കാളും അപ്പുറം അതൊരു വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയമായി മാറുമോ? വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയം എന്താണ്? വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിനൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയമായിട്ട് പറയാം. കോൺഗ്രസ് സർക്കാരിനെതിരെ ഞങ്ങളുടെ പ്ലാൻ ഇതാണ്, അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല.